കടയിൽ നിന്നാണ് കാപ്പിയൊക്കെ മേടിച്ച്. എനിക്കിന്നൊരു ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ തലത്തന്നെ 4 കിലോമീറ്റർ അപ്പുറം തലച്ചിറ എന്ന് പറയും. അവിടെ ഷൂട്ടിങ് അഭിലാഷ് നമ്മുടെ അലയൻസിലെ അഭിലാഷിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ, അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഷോർട്ട് മൂവിയാണ്. അപ്പോൾ അന്നേരം എന്നെ ഇന്നലെ വിളിച്ചു. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, വൈകി ഒന്നും ഇവിടെ ഇല്ല. വൈകി പോയിട്ട് 3-4 ദിവസമായി. അന്നേരം ഒരു 10:30 ഒരു 1:30 വരെ അച്ഛൻ വിളിച്ചിരിക്കണം കേട്ടോ. ഞാൻ 1:30 ആകുമ്പോൾ തിരിച്ചു വരും കേട്ടോ. ഇരിക്കൂ, ഇവിടെ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ ഇവിടെ ആക്കിയിട്ട് അങ്ങോട്ട് പോവാ. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവന് ദോശ കഴിച്ചു കേട്ടെ. കുടുത്തേക്കോടൊന്നും കാണിക്കില്ല, ഇവിടെ ഇരുന്നോണം കേട്ടോ. ഞാൻ പോയിട്ട് പോലെ കേട്ടോ. ഓക്കെ, ഇവിടെ ഇരിക്കണം കേട്ടോ. വളരെ മനോഹരമായുള്ള വഴികളാണ് കേട്ടോ. ഇത് ചിരട്ടക്കുളം എന്ന സ്ഥലത്ത് നിന്ന് പച്ചൂരോട്ട് പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, സൂപ്പർ വഴിയാണ്, നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്. തൊട്ടപ്പുറത്തൂടെ കനാലൊക്കെ പോകുന്നുണ്ട്. ഈ കനാലിൻ്റെയൊക്കെ സൈഡിൽ കൂടെയുള്ള റോഡാണത്. ഈ റോഡിൽ കൂടെ നമുക്ക് മേലില്ല ചക്കുരിക്കലൊക്കെ പോകാൻ പറ്റും ഈ വഴി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അഭിലാഷിൻ്റെ വീട്. അഭിലാഷിൻ്റെ വീടിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാനങ്ങനെ എത്താറായി. എനിക്കിരുന്ന പറയാം. എനിക്ക് എല്ലാരും ചോദിക്കാം എന്റെ മോനാണോ. എനിക്ക് എല്ലാരും ചോദിച്ചു മോനാണോ എന്ന്. മിക്കാറും ഉള്ളവരൊക്കെ ചോദിക്കും. ഇത് അനുരാജ് മാറനാട്, എൻ്റെ സുഹൃത്താണ്, ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ അമ്മയെ അഭിനയിക്കുന്നത് ബിജി ചേച്ചിയാണ്, കൊല്ലം. പിന്നെ ആർച്ചിയുണ്ട്, ഹരിയുണ്ട്. അഭിലാഷാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുന്നത്. അടുത്തൊരു സീനിൻ്റെ കാര്യങ്ങളൊക്കെ അഭിലാഷ് പറഞ്ഞു തരികയാണ്. ഇതെല്ലാം കൂടി എനിക്കൊരു 3 സീനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കഥയാണ്. ഞാനിതിനു മുമ്പ് 2 എപ്പിസോഡ് ഇവരുടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. വളരെ നല്ലൊരു ഷോർട്ട് മൂവിയാണ്, നിങ്ങളെല്ലാവരും കാണണം. ഷൂട്ടിംഗ് ഒരു 1:30 കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് 3 സീനേ ഉള്ളായിരുന്നു എനിക്ക്. ആ സീൻ എടുത്തു, നേരെ അഭിലാഷിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ്. അച്ഛനുള്ള പാഴ്സൽ എടുത്തു തന്നു. എനിക്കും അച്ഛനോടൊരു പൊതി ഞാൻ എടുത്തു. ഇവിടെ കഴിക്കാൻ പിടിച്ചു സമയമില്ല ഞാൻ, കാരണം ഞാൻ വന്നപ്പോൾ 2:10 അച്ഛൻ കാപ്പി പിടിച്ചപ്പോൾ താമസിച്ചാൽ കുടിച്ചത്. ഇവിടെ വിശപ്പൊന്നും ഇല്ല, പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പം അഭിലാഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ചോറ്, ഒരു വെഴുക്കുവരട്ടി, 2 വെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ അടിപൊളി സെറ്റ് മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പുളിശ്ശേരി. ഇതാണ് ചെയ്ത് അഭിലാഷ്, നമ്മുടെ കൂട്ടുകാരൻ്റെ അഭിലാഷ്, അലിയൻസിലേക്കുള്ള അഭിലാഷ് ഇല്ലയോ, അഭിലാഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ചോറാണ് കേട്ടോ. എനിക്കവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്നേ. കാരണം മീനുണ്ട്, എല്ലാം എടുത്തു, എല്ലാം വിളമ്പി വയ്ക്കുമായിരുന്നു. കഴിച്ചോട്ടെ കേട്ടോ. ചില പുളിശ്ശേരിയോട് കഴിച്ചേരാം. അടിപൊളി ഫുഡാണ്. ഞാൻ കഴിക്കട്ടെ, പുളിശ്ശേരിയോട് കഴിക്കട്ടെ. ആണ്ടേ അടിപൊളിയാണ് കണ്ട. മീൻ മുള്ളു ഇല്ല, മുള്ളു കുറവാണ്. ധൈര്യമായിട്ട് കഴിക്കട്ടെ കേട്ടോ. എൻ്റെ അടുത്ത് കഴിച്ചിട്ട് പോകാൻ പറയാം, പക്ഷേ അച്ഛൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ നേരെ പോരുന്നു. അച്ഛനുള്ള ഫുഡ് കൊടുത്തോണ്ട് ഷോർട്ട് മൂവിയാണ്, ഷോർട്ട് ഫിലിം. ഞാൻ നേരത്തെ ഈ തടിയൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വൈറലായ ഷോർട്ട് മൂവിയൊക്കെ ഈ ഇതിനകത്തുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ളതാണ്. അപ്പം അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോൾ ചെയ്യുന്നത് ഇല്ല ചാ, പുതിയൊരു സംഭവം ചെയ്യാൻ പോയത്. എനിക്ക് 3 സീനേ ഉള്ളായിരുന്നു. അത് നല്ല സംഭവമായിരുന്നു. അത് ചെയ്തു, നേരെ എത്തി, അച്ഛന് ഫുഡ് കൊടുത്തു. നല്ല ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡ്. കാര്യം മറന്നുപോയി, നല്ല പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛാ പപ്പടം കൂടെ കഴിക്കണേ. പപ്പടം നല്ല കഴിക്കും. അച്ഛൻ ലൊക്കേഷനിൽ ഞങ്ങളുടെ ആഹാരം കഴിക്കുന്നത് അല്ലേ. ഇവിടെ ഇന്നലത്തെ ചോറ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അരി. അത് ഞാൻ പഴകഞ്ഞി കുടിക്കാന്ന് വെച്ചിരുന്നേ. അച്ഛൻ എനിക്കുള്ള ചോറ് ഇരിപ്പുണ്ട്. ഇപ്പോൾ പൂച്ചക്കെല്ലാം കൊടുക്കണം. പിന്നെ പഴകഞ്ഞി ചോറ് ഇരിപ്പുണ്ട്. ഇന്ന് ഊറ്റിയിടാൻ സമയം കിട്ടില്ല, കാരണം എനിക്കൊരു 10:30 ആകുമ്പോൾ പോകണമായിരുന്നു.
അതുകൊണ്ട് ആ ചോറിന് കഴിച്ചാട്ട് എന്നാ കുറച്ചുകൂടെ കൂട്ടം തരാം. വേണ്ടേ അച്ഛൻ ചാപ്പാട് കഴിച്ചോണ്ടിരിക്കണം. കഴിച്ചോ? എന്തുവാ കൂട്ടാനല്ലേ ഇതിലെപ്പുണ്ട്. ഇത് കഴിക്കും. ഇതാണ് ഇതൊക്കെ എടുത്ത് കഴിക്കും. തോരനൊക്കെ നല്ലേ അതെ, നല്ല തോരന്, പപ്പടം. സൂപ്പർ മീൻകറി ആയിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആണ്ടേ കഴിച്ചോട്ടെ. കഴിക്കെല്ലായിടത്ത് കൂട്ടാനെല്ലായിടത്ത് കഴിക്കുക. എല്ലായിടത്തും കഴിക്കണം കേട്ടോ. ക്യൂ ക്ലാപ്പ് യൂട്യൂബ് ചാനലിലാണ് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമെല്ലാം പറ്റുന്നത്. തടിയൻ്റെ ഭാര്യ, കാമം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, നല്ല സംഭവങ്ങൾ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റിൽ ചെയ്യുന്നുണ്ട്. ഇത് കഴിക്കട്ടെ. മൊത്തം ചോറ് കഴിക്കും കേട്ടോ. നല്ല ചൂരക്കറിയായിരുന്നു കേട്ടോ. സന്ധ്യയുടെ പാചകമാണ്. സന്ധ്യ എന്ന് വെച്ചാൽ അഭിലാഷിൻ്റെ വൈഫാണ്. ചോറ് അഭിലാഷ് എനിക്ക് കൂടുതൽ ചോറ് തീ വെച്ച് പുതിയതുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മാറ്റി വെച്ചു. ഞാൻ ഉച്ചയ്ക്ക് പഴകഞ്ഞി എടുത്ത് കേട്ടോ. ഇന്നലത്തെ ചോറ് ഉള്ളത്തി കിടന്നു, അത് വേസ്റ്റാവും. അതുകൊണ്ട് ഞാൻ ആ പഴകഞ്ഞി എടുത്ത്. അതുകൊണ്ട് ഞാൻ പഴകഞ്ഞി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി പഴകഞ്ഞിയുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല പഴകഞ്ഞി. പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഞാൻ മീനും കൂടെ ഒന്നും വറുത്തു. പക്ഷെ അച്ഛന് മീൻ വറുത്ത് കൊടുത്തില്ല. അച്ഛന് മീൻകറി മാത്രമേ കൊടുത്തുള്ളൂ. അച്ഛന് വൈകിട്ട് കഞ്ഞിയുടെ കൂടെ ഞങ്ങൾ മീൻ വറുത്ത് കൊടുക്കും. ഇതാവുന്നതേ ഉള്ളൂ. ഞാൻ പഴങ്കഞ്ഞി മീൻ വറുത്തു. ആ മീൻ വറുത്തത് റെഡിയായി. എന്നാ ചാ ഈ മീൻ വറുത്തോടെ കഴിക്കുന്നു. താണ്ടേ ഇതോ ഈ മീൻ വറുത്ത്. ആ ചൂടുണ്ട്. ആ അതും കൂടെ കഴിക്കും. അപ്പം എന്തായാലും ചോറ് കൂടെ എടുത്ത് വെച്ചപ്പം അതുകൂടെ അച്ഛൻ കഴിക്കാമെന്ന് വെച്ചു. റെഡി അതും കൂടെ അച്ഛൻ കൊടുത്തു. അച്ഛൻ അതൊക്കെ കഴിക്കുകയാണ്. അച്ഛൻ കഴിക്കുക കേട്ടോ. കഴിച്ചോ 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 മതിയോ? അച്ഛന് മതിയായി. മീൻ വറുത്തിന് വൈകിട്ട് കഞ്ഞിക്ക് കൊടുക്കാം. മതിയല്ലേ അച്ഛൻ? തോന്നെ ഇത്രയും നല്ലോണം കഴിച്ചു. ഓക്കെ, അച്ഛൻ്റെ ചാപ്പാട് കഴിഞ്ഞു. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്ന അഭിലാഷിനും സന്ധ്യയ്ക്കും താങ്ക് യു.